അങ്ങനെ അപ്പം എൻ്റെ കൂടെ ശ്രീലത എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടിയിട്ടാണ് നടന്നായിരുന്നത്. അപ്പോൾ ഭഗവാന്റെ നാമം ജപിച്ച് ഇങ്ങനെ നടന്നു. അപ്പം കുറേ സമയം റോട്ടിൽ കൂടെ നടക്കണം, കുറച്ച് കഴിഞ്ഞാൽ മണലിൽ കൂടെ നടക്കണം, കുറച്ച് കല്ലുള്ള ഭാഗത്തെ കൂടെ നടക്കണം. അങ്ങനെ പല വഴികളുണ്ട്. 22 കിലോമീറ്ററാണ് പരിക്രമണം ചെയ്യേണ്ടത്. അപ്പം ഈ അമ്മ പറഞ്ഞത് എനിക്ക് പറ്റണ വരെ ഞാൻ പരിക്രമം ചെയ്തിട്ട് പിന്നെ ഞാൻ റിക്ഷയിൽ പൊക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് നടക്കണേ. അങ്ങനെ വെളുപ്പിനൊരു ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ നല്ല ഇരുട്ടുമുണ്ട്, ഏകദേശം ഒരു 3 മണിയായിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ റോഡിൽ നിന്ന് വന്നിട്ട് ആ മണൽ നിറയെയുള്ള ഭാഗത്തെ കൂടെ ഇങ്ങനെ നടന്ന സമയത്ത് പെട്ടെന്ന് ആ കാലാവസ്ഥയ്ക്കൊരു ചേഞ്ച് വന്നു. ഒരു പ്രത്യേക തരം തണുപ്പ് അവിടെ നിറഞ്ഞു. പിന്നെ ഒരു തരം നീല നിലാവ് പരന്നു. ഞാനിങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ ഒരു നീല നിലാവ് കാണുന്നത്. അപ്പോൾ പെട്ടെന്ന് ഗോവർദ്ധനത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ നിറയെ വൃക്ഷങ്ങൾ ഉണ്ടായി നിൽക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്. അത്രയും വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കണമെന്നാണ് തോന്നിയത്. അവിടെ അത്രയും വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കണില്ല, പക്ഷെ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അങ്ങനെ ഞാൻ എന്തൊരു അത്ഭുത നീല നിലാവ്. അപ്പം എൻ്റെ മനസ്സിൽ ആ പാട്ട വന്ന നീല നിലാവിനെ കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചൊരു പാട്ട്. അപ്പം ഞാൻ ഈശ്വര, നീല നിലാവ് ഉള്ളിൽ എന്തെന്നില്ലാണ്ടൊരു ആഹ്ലാദം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ അമ്മ കണ്ണാന്നങ്ങോട്ട് ഉറക്ക വിളിച്ചിട്ട് ഞങ്ങളെ രണ്ടാളെയും വലിച്ചു കൊണ്ട് അങ്ങോട്ട് ഓടാൻ തുടങ്ങി. മുന്നിൽ ഓടുകയാണ് അമ്മ, അങ്ങനെ ഓടുക. അപ്പോൾ കാണണവരൊക്കെ വിചാരിക്കണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാളും അപ്പുറത്തും ഇപ്പുറത്തും 2 കൈയും പിടിച്ചിട്ട് വലിച്ചിട്ട് ഈ അമ്മയും കൊണ്ട് ഓടുക എന്നാണ്. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ല, ഞങ്ങൾ വീഴാൻ പോകണ്ട, അമ്മ ഞങ്ങളെ കൊണ്ട് ഓടുകയാണ്. അപ്പോൾ ഈ കാലിന് വയ്യാത്ത അമ്മയെ കൊണ്ട് ഇവരെന്തായി കാണിക്കണേ, അവർ വല്ലതിക്കലും വീണ എന്ന് പറഞ്ഞ് ഞങ്ങളെങ്ങനെ വഴക്ക് പറയുന്നുണ്ട് പലരും. പക്ഷേ ഞങ്ങൾക്ക് അവരോടൊന്നും മിണ്ടാൻ പറ്റില്ല. ഈ അമ്മ നിൽക്കണേ. കുറേ കഴിഞ്ഞപ്പോൾ അമ്മ കുറേ വഴി ഓടിക്കഴിഞ്ഞിട്ട് അവിടെ നിലത്ത്, ഈ വയ്യാത്ത ആൾക്ക് നിലത്തിരിക്കാനേ പറ്റാത്ത ആൾ നിലത്തിരുന്ന് ആ പൂഴിയൊക്കെ വാരി തലയിൽ കൂടെയൊക്കെ ഇട്ട് ഞങ്ങളും അങ്ങനെയൊക്കെ ശരിക്കും ആ അമ്മയുടെ കൂടെ ഇരുന്ന് അനുഭവിച്ച് പിന്നെയും അവിടുന്ന് എണീറ്റ് ഓടി. ഏകദേശം ഒരു 2 കിലോമീറ്ററോളം അങ്ങനെ ഓടിക്കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അമ്മ പതുക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ജതിപുര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ എത്തുമ്പോഴാണ് നമ്മൾ ആ ഗോവർദ്ധനത്തിന് പാലാഭിഷേകമൊക്കെ ചെയ്യുക. അവിടെ വരാൻ എത്തിയിട്ട് പറഞ്ഞു, എനിക്ക് മതി മക്കളെ, ഇനി ഞാൻ വരണില്ല. രാധാ കൃഷ്ണന്മാരെ ഞാൻ കണ്ടു, അനുഭവിച്ചു, എൻ്റെ കൂടെ കണ്ണൻ ഉണ്ടായിരുന്നു എന്ന്. അപ്പം ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആ കണ്ണൻ ശരിക്കും നമ്മളൊക്കെ ഭക്തിയുടെ തലത്തിൽ നിന്നിട്ട് എവിടെയാണെന്നൊക്കെ വിചാരിക്കും, ഭഗവാൻ ശരിക്കുള്ള ഭക്തന്മാരെ നമുക്ക് കാണിച്ചു തരിക.